ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഓണ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഗതിവിധി ഏക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. സൂചന ഗൺ പഠിയും ഓർ പ്രശ്നോക്ക് ഉത്തർലികയും എന്താണ്? നമുക്കിവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. നീന ഏക് ചോട്ടി സി ലടുക്കി തി. നീന എന്താണ്? ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. വഹ് ഏക് ഷഹർ മേ രഹത്തി തി. അവൾ എവിടെയാണ് താമസിച്ചിരുന്നത്? ഷഹർ. ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണം അല്ലേ. പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. ഉസേ കഹാനിയ ബഹുത് പസന്ത് തി. അവൾക്ക് കഹാനിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? കഥകൾ അല്ലേ. കഥകൾ വളരെ ഇഷ്ടമായിരുന്നു. पर उसे कहानियां सुनाने के लिए किसी के पास समय नहीं था. पर എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ട് എന്ന് പറയില്ല ഇംഗ്ലീഷിലേക്ക്. അതേ അർത്ഥമാണ്. पर എന്നാൽ. ഉസേ കഹാനിയാം സുനനെ കെ ലിയെ കിസി കെ പാസ് സമയ നഹീത. എന്നാൽ അവളെ കഥ പറഞ്ഞു കേൾപ്പിക്കാൻ ആർക്കും തന്നെ സമയമുണ്ടായിരുന്നില്ല. മാം ബോലി മുझे काम करना है. അമ്മ എന്താ പറയുക? ഞാൻ ജോലി ചെയ്യാണെന്ന് പറയൂ അല്ലേ. പാപ്പ ബോലി മേം തോ അഖ്ബാർ പഠ് രഹാ ഹും. അച്ഛൻ എന്താ പറയുക? ഞാൻ പത്രം അഖ്ബാർ പഠ് രഹാ ഹും എന്ന് പറഞ്ഞാൽ പത്രം വായിക്കാം. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയല്ലേ. അപ്പോൾ എന്താണ്? നമ്മുടെ നീനയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാൻ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. നീന കഹാം രഹത്തി. നീന എവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്? ഗാവുമേം ഗ്രാമത്തിൽ, ഷഹർമേം പട്ടണത്തിൽ, ജംഗൽ കെ പാസ് കാടിൻ്റെ അടുത്ത്, നദി കെ കിനാരെ ഒരു നദിയുടെ സമീപത്ത്. അപ്പം ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലേ കൂട്ടുകാരെ. ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. നീന ഏക് ചോട്ടി സി ലടുക്കി തി വഹ് ഏക് ഷഹർ മേ രഹത്തി തി. ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ആൻസർ എന്താണ്? ഷഹർ മേ. ഓക്കെ, ഇത് നീന ക്യാ പസന്ത് തി. നീനയ്ക്ക് എന്താ ഇഷ്ടമുണ്ടായിരുന്നത്? നാടക് ദേഖ്ന നാടകം കാണാൻ, സിനിമ ദേഖ്ന സിനിമ കാണാൻ, കവിത സുനന കവിത കേൾക്കാൻ, കഹാനി സുനന കഥ കേൾക്കാൻ. റൈറ്റ് ആൻസർ എന്താണ്? എളുപ്പമല്ലേ. കഹാനി സുനന എന്നുള്ളതാണ് അല്ലേ. കഥ കേൾക്കാനല്ലേ നീനുവിന് ഇഷ്ടം. അപ്പം ആൻസർ എന്താണ്? കഹാനി സുനന. ദെൻ മുझे काम करना है യഹ് കിസ്നെ കഹ. എനിക്ക് ജോലി ചെയ്യാനുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? യഹ് കിസ്നെ കഹ. മാംനെ അമ്മ, ദെൻ പിതാനെ അച്ഛൻ, നീനാനെ നീന, ബായിനെ സഹോദരൻ. ആരാ പറഞ്ഞത്? അമ്മയല്ലേ പറഞ്ഞത്. അപ്പം ആൻസർ എന്താണ്? മാംനെ. ओके, द नेक्स्ट क्वेश्चन. पापा ने क्या कहकर കഹാനി നെഹി സുനായി. അച്ഛൻ എന്താണ് കഥ പറഞ്ഞ് കേൾപ്പിക്കാതിരുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മേം തോ സമാചാർ സുൻ രഹാ ഹും. മേം തോ അഖ്ബാർ പഠ് രഹാ ഹും. മേം തോ ടിവി ദേഖാ രഹാ ഹും. മേം തോ ഗാന ഗാ രഹാ ഹും. പാപ്പ എന്ത് പറഞ്ഞുകൊണ്ടാണ് കഥ പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? അദ്ദേഹം എന്ത് ചെയ്യാൻ പറയാണ്? പത്രം വായിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലേ. അപ്പം എന്താണ് ആൻസർ? മേം തോ അഖ്ബാർ പഠ് രഹാ ഹും. മേം തോ അഖ്ബാർ പഠ് രഹാ ഹും. ഓക്കെ, ഇതിൻ ഗണ്ഡയ്ക്ക് ആധാർ पर സഹി പ്രസ്താവ് ചുൻകർ ലിഖിൻ. ഖണ്ഡികയെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം? ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കഹാനിയം സുനാനെ കെ ലിയെ സബ്കെ പാസ് സമയിത. എല്ലാവരുടെ കയ്യിൽ സമയം ഉണ്ടായിരുന്നു എന്നാണല്ലേ പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? കഹാനിയാം സുനാനെ കെ ലിയെ കേവൽ പാപ്പ കെ പാസ് സമയിത. കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാൻ പാപ്പയ്ക്ക് മാത്രമേ, അതായത് അച്ഛന് മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. ദെൻ കഹാനിയം സുന്നേക്കിലെ കേവൽ മാം കെ പാസ് സമേത. അമ്മയ്ക്ക് മാത്രമേ കഥകൾ പറഞ്ഞു കേൾപ്പിക്കാൻ സമയമുണ്ടായിരുന്നുള്ളൂ. ദെൻ കഹാനിയം സുനാനെ കേലിയെ കിസി കെ പാസ് സമയ നഹീത. ആർക്കും എന്ത് ചെയ്യുന്നില്ലായിരുന്നില്ല? കഥ പറഞ്ഞു കേൾപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അപ്പം ഏതായിരിക്കും ആൻസർ കൂട്ടുകാരി? ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ.
ओके इനി നമുക്ക് ഗതിവിധി दो നോക്കാം. सूजना बुझ से प्यार കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. നമ്മൾ പഠിച്ചിട്ടുള്ള ഗുഡ് സേ പ്യാർ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം. സൂരജ് अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. शोभनाथ यादव. ओके फर्स्ट क्वेश्चन എന്താണ്? സംസാർ के लिए कविता में प्रयुक्त शब्द कौन सा है? സംസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം അല്ലേ. ലോകം എന്ന വേർഡിന് അതേ സെയിം മീനിങ് വരുന്ന വേർഡ് നമുക്ക് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ് നോക്കിക്കേ, ദുനിയ കോബി. ദുനിയ എന്നുള്ളതാണ് ആൻസർ. എന്താണ്? ദുനിയ. സംസാർ എന്ന് പറഞ്ഞാലും ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമാണ് അല്ലേ. വേൾഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയാറില്ലേ. യെസ് അതാണ്. ദെൻ സൂരജ് ദുനിയാക്കോ ക്യാ ദേത്താ ഹെ. സൂരജ് ലോകത്തിന്, അതായത് സൂര്യൻ ലോകത്തിന് എന്താണ് നൽകുന്നത്? എന്താ നൽകുന്നത്? സൂരജ് ദുനിയാക്കോ ആഗ് ദേത്താ ഹെ അല്ലേ. സൂര്യൻ ലോകത്തിന് തീ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചൂടും വെളിച്ചവും ഒക്കെ നൽകുന്നു എന്നാണ് അല്ലേ. അപ്പം ആൻസർ എന്താണ്? സൂരജ് ദുനിയാക്കോ ആഗ് ദേത്താ ഹെ. ഇനി കവിതാംശുക്ക ആശയലിഖയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ തന്നിട്ടുള്ള കവിതാഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം എന്താണ് ഈ വരികളിൽ പറയുന്നത്? सूरज अपनी आग से इतना प्रेम करता है कि वह निस्वार्थ भाव से अपने आग और रोशनी पूरी दुनिया को देता है. സൂര്യൻ എന്ത് ചെയ്യാണ്? തൻ്റെ തീയോട് അത്രയധികം സ്നേഹം പുലർത്തുന്ന. അതിനാൽ എന്താണ്? അത് സ്വാർത്ഥതയില്ലാതെ അത് ലോകം മുഴുവൻ നൽകാൻ സൂര്യന് കഴിയുന്നുണ്ടല്ലേ. ഇസി തരേ മനുഷ്യ ബി അപ്നെ आपसे और अपने गुणों से प्यार करना चाहिए ताकि वह दूसरों की और दुनिया की मदद कर सके. അപ്പം ഇതുപോലെ എന്ത് ചെയ്യണം? മനുഷ്യനും തൻ്റെ കഴിവുകളെ തന്നെത്താനെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ലോകത്തിനും മറ്റുള്ളവർക്കും നന്മ ചെയ്യാൻ സാധിക്കൂ. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് എഴുതുക? തന്നിട്ടുള്ള വരികളുടെ ആശയം ഒന്ന് എഴുതി നോക്കുക. ഇനി ഗതിവിധി 3 നോക്കാം. संकेत पढ़ें और प्रश्नों के उत्तर लिखें. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സൂചനകളൊക്കെ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നാം ജവഹർലാൽ നെഹ്റു, ജന്മ ഇലഹാബാദ് में, देन माता स्वरूप रानी और पिता मोतीलाल नेहरू, बच्चे प्यार से चाचा जी बुलाते, देन भारत के പ്രഥം പ്രധാനമന്ത്രി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഈ നെഹ്റുജിക്കോ ബച്ചെ പ്യാർ സേ ക്യാ ബുലാത്തേ ഹേ. എന്താണ് കുട്ടികൾ നെഹ്റുജിയെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കാറുള്ളത്? യെസ്, ചാച്ചാജി എന്നാണല്ലേ. ഓക്കെ ഇവിടെ പറയുന്നുണ്ടല്ലേ, നോക്കിയേ, ബച്ചെ പ്യാർ സേ ചാച്ചാജി ബുലാത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ഒക്കെ എങ്ങനെ എഴുതാം? ബച്ചെ നെഹ്റുജി കോ പ്യാർ സേ ചാച്ചാജി ബുലാത്തെ ഹേ. കുട്ടികൾ നെഹ്റുജിയെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. ആൻസർ എന്താണ്? ബച്ചെ നെഹ്റുജി കോ പ്യാർ സേ ചാച്ചാജി ബുലാത്തെ ഹേ. നെഹ്റുജിക്ക് പ്രൊഫൈൽ തയ്യാർ കരെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ടല്ലോ. അപ്പം തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഫൈല് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ നെഹ്റുജിയെ കുറിച്ചിട്ട്, അതും നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തൽക്കാലം ഇത് തന്നിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. ഓക്കെ നമുക്ക് എഴുതാം. ജവഹർലാൽ നെഹ്റു കാ ജന്മ ഇലഹാബാദ് में हुआ था. उनकी माता का नाम स्वरूप रानी और पिता का नाम मोतीलाल नेहरू था. वे स्वतंत्र भारत के प्रथम प्रधानमंत्री थे. बच्चे उन्हें प्यार से चाचाजी बुलाते हैं. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പ്രൊഫൈലിൽ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. गतिविधि 4 നോക്കാല്ലേ. सूचना साफ सफाई में अव्वल का उल्लेख का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. സാഫ് സഫായി മേം അവൽ കാവ് എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് എന്ത് ചെയ്യാനാണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം.
ഏഷ്യ കാ സബ്സെ സാഫ് സുന്ദര ഗൗ മാവ്ലിനോ മേഘാലയ में है. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമുള്ളത് ഏതിലാണെന്ന് പറയുന്നത്? മേഘാലയയിലെ ഗാവ്ലിനോങ് എന്നുള്ള സ്ഥലത്താണ് അല്ലേ, ഗ്രാമത്തിലാണ്. साल 2003 में इस गांव की एशिया के सबसे साफ सुंदर गांव के तौर पर चुना गया. എന്താണ്? ഈസ് ഗാവ് ഏഷ്യയിലെ ഏറ്റവും വലിയ സാഫ് സുന്ദരമായിട്ടുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ. മാവ്ലിനോ ഗാവ്ക്ക് വിശേഷത ക്യാ ഹേ എന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ വിശേഷത, അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് മാവ്ലിനോ ഗ്രാമത്തിൻ്റെ പ്രത്യേകത? മാവ്ലിനോ ഏഷ്യക്കെ സബ്സെ സാഫ് സുന്ദര ഗാവ് ഹേ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് ഏത്? മാവ്ലിനോങ് അല്ലേ. അപ്പം ആൻസർ എന്താണ്? മാവ്ലിനോ ഏഷ്യക്കെ സബ്സെ സാഫ് സുന്ദര ഗാവ് ഹേ. देन साफ सफाई हमारा द्वायित्व है. इस आशय पर പോസ്റ്റർ തയ്യാർ കരേ. സാഫ് സഫായി, ശുചിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പം ഈ ആശയ पर പോസ്റ്റർ തയ്യാർ കരേ. അപ്പം ഈ ആശയത്തിലൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോസ്റ്ററാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരയ്ക്കുക. അതിനുള്ളിൽ ചിത്രമൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. സ്വച്ഛ് ഹി സേവ ഹെ, ശുചിത്വമാണ് സേവനം എന്നൊക്കെ എഴുതാം. എന്നിട്ട് എന്ത് എഴുതാം? സാഫ് സഫായി രഖ്ന ഹമാര കർത്തവ്യ ഹെ. ആവോ ആവോ മിൽക്കർ അപ്നെ ഗാവ് കോ സ്വച്ഛ് ബനായേ. വരൂ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഗ്രാമത്തെ വൃത്തിയുള്ളതാക്കാം. കച്ചറ ഹമേശ കൂടേദാൻ മേ ഹി ഡാലേ. മാലിന്യങ്ങൾ എപ്പോഴും ചവറ്റുകുട്ടയിൽ മാത്രം ഇടുക. പര്യാവരൺ കോ ഹരാഭര ഔർ സാഫ് ലഗേ. പരിസ്ഥിതിയെ പച്ചപ്പുള്ളതും വൃത്തിയുള്ളതുമായി നിലനിർത്തുക എന്നൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഗതിവിധി 5 നോക്കാം. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ की कविता की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. നമ്മുടെ യഹ് ധർത്തി ഉസ് കിസാൻ की എന്നീ കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചു നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. നയേ വർഷ में नई फसल के डर के अन्न का लग जाता है. यह धरती है उस किसान की, नहीं राव की, नहीं रंग की, नहीं किसी की, नहीं किसी की, धरती है केवल किसान की. അപ്പോൾ നോക്കിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അन्न का डर कब लग जाता है. അതായത് ധാന്യക്കൂമ്പാരം എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഉണ്ടാകുന്നത്? നയേ ഫർഷമേ നയേ ഫസൽ ആനെ പർ അന്നക്കാട്ട് ലഗ് ജാത്താ ഹെ. പുതുവർഷത്തിലെ പുതിയ വിളവെടുപ്പ് നടക്കുമ്പോഴാണല്ലേ അന്നക്കാടേർ അഥവാ ധാന്യക്കൂമ്പാരം ഉണ്ടാകുന്നത്. അപ്പം ആൻസർ എന്താണ്? നയേ വർഷമേ നയേ ഫസൽ ആനെ പർ അന്നക്കാട്ട് ലഗ് ജാത്താ ഹെ. ओके, इन्हीं कवितांश के आधार पर 2 सही प्रस्ताव चुनकर लिखे. അപ്പോൾ കവിതാ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ 2 പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. യഹ് ധർത്തി കിസാൻ കി ഹെ, ഈ ഭൂമി കർഷകൻ്റേത് കൂടിയാണ്. യഹ് ധർത്തി കേവൽ രാവ് കി ഹെ. യഹ് ധർത്തി കിസാൻ കി നഹി ഹെ. യഹ് ധർത്തി കേവൽ രംഗ് കി നഹി ഹെ. 2 ശരിയായ പ്രസ്താവനകൾ എഴുതണം അല്ലേ. അപ്പം ഈ ഭൂമി കർഷകൻ്റേതാണ്. അതുപോലെ തന്നെ എന്താണ്? യഹ് ധർത്തി കേവൽ രംഗ് കി നഹി ഹെ, ഇത് ദരിദ്രൻ്റേത് മാത്രമല്ല അല്ലേ. യഹ് ധർത്തി കേവൽ കിസാൻ കി ഹെ ഓർ കിസി കി നഹി ഹെ. യഹ് ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം എന്തൊക്കെയാ വരിക? യഹ് ധർത്തി കേവൽ കിസാൻ കി ഹെ ഓർ കിസി കി നഹി ഹെ. യഹ് ആശയ വാലി, ആശയം വരുന്ന വരികൾ ഏതാണ്? നഹീം കിസി കി, നഹീം കിസി കി, ധർത്തി ഹെ കേവൽ കിസാൻ കി. ഈ വരികളാണല്ലേ. ഈ വരികളല്ലേ വരിക. ഓക്കെ, ओके, इन्हें നമുക്ക് ഗതിവിധി ചെയ്ത് നോക്കാം. ഗാന്ധിജിക്ക് നമക് കഥാ കാ ആസ് പാഠ का नमक कथा पाठ का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. നമ്മൾ പഠിച്ചിട്ടുള്ള ഗാന്ധിജിക്ക് നമക് കഥ എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ, പാഠത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പം അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഗാന്ധിജി सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दंडी नाव के समुद्र किनारे के गांव चले पड़े. वे वहां जाकर समुद्र के पानी से गुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. ഗാന്ധിജി എന്താണ് सालों पहले अपने कुछ साथियों के साथ अहमदाबाद में पैदल दंडी नामक समुद्र के किनारे पे गांव चले पड़े. वे वहां जाकर समुद्र के पानी से कुछ नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി അഹമ്മദാബാദ് സെ ദണ്ഡി കൈസെ ചൽപ്പടെ, എങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ് ഗാന്ധിജി തൻ്റെ സഹപ്രവർത്തകർക്കും അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡിയിലേക്ക് പോയത്? എങ്ങനെയാണ്? गांधी अहमदाबाद से दंडी अपने कुछ साथियों के साथ पैदल चल पड़े അല്ലേ, കാൽനടയായിട്ടല്ലേ പോയത്. അപ്പം ആൻസർ എന്താണ്? ഗാന്ധിജി അഹമ്മദാബാദ് से दंडी अपने कुछ साथियों के साथ पैदल चल पड़े. सहायता बिंदुओं के आधार पर गांधी की ദണ്ഡി യാത്ര അപ്പം റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് അല്ലെ, ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ചെയ്തൊരു പ്രവർത്തനമാണ് അല്ലേ ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന അത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഗാന്ധിജിക്ക് ഐതിഹാസിക് ദണ്ഡി യാത്ര, ദെൻ പ്ലേസ് കൊടുക്കുക. देन गांधी जी ने अंग्रेजों के काला कानून तोड़ने का उद्देश्य से अपने प्रसिद्ध दंडी यात्रा शुरू की. वे अपने कुछ साथियों के साथ अहमदाबाद से दंडी नाम के समुद्र के किनारे बसे गांव लिए पैदल ही निकल पड़े. इस यात्रा का मुख्य उद्देश्य समुद्र के पानी से शुद्ध नमक बनाना और अंग्रेजों को द्वारा नमक पर लगाए गए अन्यायपूर्ण कानून का विरोध करना था. गांधी जी के इस यात्रा में पूरा देश में स्वतंत्रता संग्राम की एक नई लहर पैदा कर दी. അപ്പോൾ എന്ത് ചെയ്യാവുന്നതാണ്? നിങ്ങൾക്ക് ഇതുപോലൊരു റിപ്പോർട്ട് എഴുതാവുന്നതാണ്. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആൻസർ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നല്ലേ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.